വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെയിൽസ് ഓഫ് ഏഞ്ചൽ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കാണണം കേട്ടോ. കാരണം എൻ്റെ ക്യാൻസർ ജേണിയുടെ പാർട്ട് 1 ആയിരുന്നു ഞാൻ അന്ന് ഇട്ടിരുന്നത്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത് അസുഖം വന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ അന്ന് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് രണ്ടാമത് അസുഖം വന്നപ്പോൾ ഉണ്ടായ സിംറ്റംസ്, അതിനെടുത്ത ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രണ്ടാമത് കോളേജ് റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാ മാസവും ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇരുന്നത്. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, എൻ്റെ CBC കൗണ്ടൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്ടോബറിൽ ഇതുപോലെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലിംഫോസൈറ്റിന് ചെറിയൊരു വേരിയേഷൻ കണ്ടു. ലിംഫോസൈറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ബോൺ മാരോ ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിലോട്ട് വന്നു. പിന്നെ നവംബർ 10-നാണ് എൻ്റെ ബോഡിയിൽ കയ്യിലും കാലിലും ചെറുതായിട്ട് ബ്ലാക്ക് ബ്ലൂയിഷ് കളർ റാഷ്, ഇങ്ങനെ പാടുകൾ കാണാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ എനിക്ക് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടുക്കുന്നു, എനിക്കൊരു സഫോക്കേഷൻ പോലെ, എനിക്ക് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റാഷ് കണ്ടപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു, ലേറ്റ് ആക്കണ്ട, പോയി നേരത്തെ തന്നെ ചെക്ക് ചെയ്തോളാൻ പറഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് പോയി ചെയ്തു. അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസമാണ് റിപ്പോർട്ട് കിട്ടിയത്. ഞാൻ ക്ലാസ് ചെയ്യുന്ന ടൈമിലായിരുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നത്. ഒരു 99% എനിക്ക് ഉറപ്പായിരുന്നു റിലാപ്സ് ആവുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ആ ഒരു 1% വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ 100% ഉറപ്പായി എനിക്ക് റിലാപ്സ് ആയി എന്നുള്ള കാര്യം. റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ കോളേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം തന്നെ ലെറ്റർ വെക്കാനും പറ്റി. അവരെനിക്ക് പെർമിഷൻ തന്നു. അന്ന് വൈകിട്ട് തന്നെ ഞാനാണെങ്കിൽ നാട്ടിലോട്ട് പോന്നു. അപ്പം ഞങ്ങൾ നേരെ അമൃതയിലോട്ടാണ് പോകുന്നത്. അമൃതയിലെ കാഷ്വാലിറ്റി വന്നു. കാഷ്വാലിറ്റി വന്നപ്പം എന്നെ മാത്രമല്ല കയറ്റത്തുള്ളൂ, മമ്മീനൊന്നും കയറ്റത്തില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നേരത്തെ ലുക്കീമിയയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്, അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിലാപ്സ്ഡ് ആയിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് അല്ലല്ലോ കാഷ്വാലിറ്റി നിൽക്കുന്നത്, ഹെമറ്റോളജിയിലെ ഡോക്ടേഴ്സ് അല്ല, വേറെ ജനറൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സിനെ അവർ ഇങ്ങനെ വിവരം അറിയിച്ചു. അപ്പോൾ അവരെന്നെ വന്ന് കണ്ടു. അവരപ്പം തന്നെ എന്നെ അഡ്മിറ്റാക്കി. അവിടുന്ന് എന്നെ ഐസൊലേഷൻ റൂമിലോട്ടാണ് അഡ്മിറ്റാക്കിയത്. കാരണം എനിക്ക് കൗണ്ട്സ് എല്ലാം കുറയുന്നതുകൊണ്ട് എനിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ എനിക്ക് ഹൈ ഡോസ് കീമോ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ കൗണ്ട്സ് പിന്നെയും കുറയും. എനിക്ക് എന്തായാലും ഇൻഫെക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഐസൊലേഷൻ റൂമിലോട്ടാണ് എന്നെ അഡ്മിറ്റാക്കിയത്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ കാര്യം ആദ്യം തന്നെ ബോൺ മാരോ ബയോപ്സി എടുക്കണം എന്നായിരുന്നു. ഈ ബോൺ മാരോ ബയോപ്സി എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡിയിൽ എന്തോരം ക്യാൻസർ സെൽസ് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോൺ മാരോ ബയോപ്സി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് പിക്ക് ലൈൻ ഇട്ടു എൻ്റെ കയ്യിൽ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ക് ലൈൻ എന്താണെന്ന്. ഒരു ലൈനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഹാർട്ട് വരെയുള്ള ലൈനാണ്. അതിലാണ് നമ്മൾ കീമോ ഒക്കെ ചെയ്യുന്നത്. കീമോയോ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അതിലാണ് തരുന്നത്. അപ്പോൾ പിക്ക് ലൈൻ ഇട്ടു. പിക്ക് ലൈൻ ഇട്ട് കഴിഞ്ഞ് എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യത്തെ എനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഡോസ് കീമോ അല്ല, അതിനേക്കാളും സ്ട്രോങ് മെഡിസിനും അതിനേക്കാളും ഹൈ ഡോസുമാണ് എനിക്കിപ്പോൾ രണ്ടാമത് വന്നപ്പം എടുത്ത കീമോ. ഈ കീമോ അല്ലാണ്ട് വേറൊരു കീമോയുടെ ടാബ്ലറ്റും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാബ്ലറ്റ് നമുക്ക് കേരളത്തിൽ കിട്ടില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് വരുത്തിച്ചതാണ് ആ ടാബ്ലറ്റ്. നമുക്കിപ്പം ഒരു ബോട്ടിലായിട്ടേ അത് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു ബോട്ടിലിനകത്ത് 60 ടാബ്ലറ്റ്സ് മറ്റുണ്ട്. അത് ഫുള്ളായിട്ടേ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് അത്ര കീമോ ടാബ്ലറ്റ്സിൻ്റെ ആവശ്യം വരത്തില്ല, എന്നാലും അത് ഫുള്ളായിട്ടേ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആ മെഡിസിൻ വന്നു. ആ മെഡിസിൻ വന്നു കഴിഞ്ഞ് അത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കൂടത്തിൽ ഈ കീമോയും നടക്കുന്നുണ്ട്. ഈ കീമോ ഹൈ ഡോസ് മെഡിസിൻ ആയിരുന്നതുകൊണ്ട് തന്നെ 2 ദിവസം എടുത്തപ്പോൾ തന്നെ എൻ്റെ ബോഡിക്കത് താങ്ങാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കൈക്ക് വേദനയും കാല് വേദനയും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയായി. എനിക്ക് ന്യൂറോടോക്സിക് ആയി ആ മെഡിസിൻ. അതിൻ്റെ സൈഡ് എഫക്ട്സ് വന്നതാണ്. എനിക്ക് ന്യൂറോടോക്സിക് ആയി. അതുകൊണ്ട് എൻ്റെ കൈ മമ്മി ഇങ്ങനെ തൊടുമ്പോൾ വേദന, എനിക്ക് ആരെങ്കിലും തൊട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര വേദന, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടുന്ന് ഫുള്ള് കൈ റേഡിയേറ്റ് ചെയ്ത് വേദനയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർ മെഡിസിൻ തൽക്കാലത്തേന് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇനി അത് തന്നു കഴിഞ്ഞാൽ എൻ്റെ വേദന കൂടത്തേ ഉള്ളൂ, എനിക്ക് പിന്നെ ന്യൂറോടോക്സിസിറ്റി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അവർ തൽക്കാലത്തിന് അത് സ്റ്റോപ്പ് ചെയ്തു.
എനിക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ന്യൂറോളജിയിലെ ഡോക്ടേഴ്സൊക്കെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നായിരുന്നു. അവർ വന്ന് എന്നെ ചെക്കൊക്കെ ചെയ്തു. ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. എൻ്റെ വേദനയൊക്കെ മാറി സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ ആ മെഡിസിൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ആ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വേദനകളൊന്നും വന്നില്ല. ആ ഡോസ് കീമോ കഴിഞ്ഞു. അപ്പോൾ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൗണ്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് കുറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കീമോ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൗണ്ട്സ് കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പനി വന്നു, ഹൈ ഫീവർ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനി കുറയ്ക്കാനായിട്ട് ഇവർ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു തുടങ്ങി. ഒരു ആൻറ്റിബയോട്ടിക് തന്നു, എൻ്റെ പനി കുറഞ്ഞില്ല. വീണ്ടും അതിൻ്റെ ഡോസ് കൂട്ടി വേറെ ആൻറ്റിബയോട്ടിക് തന്നു, എന്നിട്ടും പനി കുറഞ്ഞില്ല. ഇങ്ങനെ ഡോസ് കൂട്ടി എനിക്ക് 5 ആൻറ്റിബയോട്ടിക്സ് എങ്ങാണ്ട് മാറ്റി തന്നു നോക്കി. പക്ഷേ എൻ്റെ പനി കുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ബോഡി ട്രെമേഴ്സ് വന്നു തുടങ്ങി. ലൈക്ക് ഭയങ്കരമായിട്ട് ബോഡി ഇങ്ങനെ വിറയ്ക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ വന്നു തുടങ്ങി. അപ്പം വീണ്ടും എന്നെ ന്യൂറോളജിക്കാർ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ പനി മാറാത്തത് കൊണ്ടും ഇങ്ങനെ ട്രെമേഴ്സൊക്കെ വരുന്നതുകൊണ്ട് അവരെന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ICU പോകാൻ കാര്യം പറഞ്ഞ് ഒട്ടും താല്പര്യമില്ല. കാരണം അവർ ICUലോട്ട് നമ്മുടെ കൂടത്തിൽ ആരെയും കയറ്റത്തില്ല. നമ്മളെ സിസ്റ്റർമാർ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ മമ്മിയൊന്നും ഇല്ലാണ്ട് എനിക്ക് നിൽക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ICUലോട്ട് മാറ്റി പറ്റത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് എന്നെ ICUലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ICU ചെന്ന് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ട്രെമേഴ്സ് വരുന്നതുകൊണ്ടും പനി കുറയാത്തതുകൊണ്ടും അവർ എനിക്ക് EEG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്കിങ്ങനെ സീസേഴ്സ് ഫിറ്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്ക് EEG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ICU കിടന്നപ്പം രാവിലെയും വൈകിട്ടും മമ്മിക്കൊക്കെ വന്ന് കാണാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ എന്നാൽ എൻ്റെ ചേട്ടായി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചേട്ടായി വരും, വൈകിട്ട് മമ്മി വരും. അങ്ങനെ ഒരു 2 ആഴ്ചത്തോളം ഞാൻ ICU കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പനിയൊക്കെ കുറഞ്ഞ് കുറച്ച് സ്റ്റേബിളായി കഴിഞ്ഞപ്പോൾ അവരെന്നെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻറ്റിബയോട്ടിക്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൗണ്ട്സ് ഒന്നും സ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ലോ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ കയറാതെ വരുമ്പം അവർ എനിക്ക് പ്ലേറ്റ്ലെറ്റ് എൻ്റെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമായിരുന്നു. പിന്നെ ബ്ലഡ് HP കുറയുമ്പോൾ എനിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൗണ്ട്സ് ഒക്കെ ഇമ്പ്രൂവ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ബോൺ മാരോ ബയോപ്സി ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബോഡിയിൽ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ബോൺ മാരോ ബയോപ്സി ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ ബോഡിയിൽ ക്യാൻസർ സെൽസ് ഒന്നുമില്ല, നെഗറ്റീവാണ് കാണിച്ചത്. അതുകൊണ്ട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ എനിക്ക് രണ്ടാമത് അസുഖം വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ കീമോ കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനെ പറ്റി അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇത് തന്നെ ഒരുപാട് നീളമാവുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോറടിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോറടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത പാർട്ടിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പഴയ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണണം. ആൻഡ് അത്രേ ഉള്ളൂ. ബൈ.